ആലിയ, നിനക്ക് എപ്പോ എന്റെ ക്യാബിനിൽ വന്നാലും എന്തെങ്കിലും ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കണം. സർ, കാരണം നിങ്ങളുടെ ക്യാബിൻ നല്ല പീസ്ഫുൾ ആണ്, AC ഉണ്ട്, പിന്നെ ഇവിടെ എന്നെ ആരും ഡിസ്റ്റർബും ചെയ്യാറില്ല. അപ്പോ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറില്ലേ? നിങ്ങൾ ചെയ്യുന്നുണ്ട് സർ. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെയാ തോന്നുന്നത്. വെരി ഫണ്ണി. ബ്രേക്കിംഗ് ന്യൂസ്. സിറ്റി ബാങ്കിൽ വലിയൊരു റോബറി നടന്നിരിക്കുന്നു. CCTVയിൽ കണ്ടെത്തിയ മോഷ്ടാവിന്റെ മുഖത്തിന് ഡിറ്റക്റ്റീവ് മെഹുലിന്റെ മുഖവുമായി സാദൃശ്യം. സർ, അത് നിങ്ങളല്ലേ? അത് ഞാനല്ല. പിന്നെ കോപ്പി പേസ്റ്റ് മെഹുൽ സർ. ആരോ എന്റെ ഐഡന്റിറ്റി കോപ്പി ചെയ്തിരിക്കുന്നു. ബാങ്ക് സ്റ്റാഫിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം മോഷ്ടാവ് ഡിറ്റക്റ്റീവ് മെഹുലിന്റെ വോയിസ് ഉപയോഗിച്ചിരിക്കുന്നു. ഫേസും വോയിസും? ഫേസ് കോപ്പി, വോയിസ് കോപ്പി. എന്റെ തിങ്കിങ് കോപ്പി ചെയ്യുവാൻ അവന് കഴിയില്ല. വരൂ ലോജിക്കൽ ആർമി, ആ ഫേക്ക് മെഹുലിനെ യഥാർത്ഥ മെഹുലുമായി കണ്ടുമുട്ടിക്കാം. വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്. ആ ഫേക്ക് മെഹുലിനെ പിടിക്കാൻ ഞങ്ങളെ ഹെൽപ്പും ചെയ്യ്. സിറ്റി ബാങ്ക് നൗ. ആലിയ, ആദ്യം ആ ഗ്രേപ്സിൽ നിന്ന് വിട്. സർ, തിങ്കിങ് ചെയ്യുവാൻ എനർജി വേണം. അത് പിന്നെ കഴിച്ചാ മതി. ഫൈൻ, പക്ഷേ ഫേക്ക് മെഹുലിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഞങ്ങളുടെ വക. ഡിറ്റക്റ്റീവ് മെഹുൽ, നിങ്ങൾ ഇപ്പോൾ അറസ്റ്റിലാണ്. അയ്യോ, ഇത് യഥാർത്ഥ മെഹുൽ സാറാണ്. CCTVയിലും ഇതേ ഫേസ് തന്നെയാ ഞങ്ങൾ കണ്ടത്. ആലിയ, സത്യം ബാങ്കിന്റെ അകത്താണ്. പിടിക്കവനെ. ഈ സാറിന്റെ ഒരു കാര്യം, എൻട്രി ഡിറ്റക്റ്റീവ് പോലെയും എക്സിറ്റ് മാജിഷ്യൻ പോലെയും. ഇന്നസെന്റ് ആണെങ്കിൽ പിന്നെ അയാൾ ഓടിയത് എന്തിനാണ്? കാരണം സത്യം ഇപ്പോഴും ബാങ്കിന്റെ അകത്താണ്. പ്രൂഫ് നോക്ക്. ഫേസ് സെയിം, വോയിസ് സെയിം. ലോജിക്കൽ ആർമി, CCTVയിൽ കാണുന്ന കള്ളൻ മെഹുലിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് യഥാർത്ഥ മെഹുലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ ഒരു ചെറിയ ക്ലൂ മാത്രം മതി. ലെഫ്റ്റ് ഹാൻഡ്. മെഹുൽ സർ റൈറ്റ് ഹാൻഡഡ് ആണ്. ഗൺ, പെൻ, മാഗ്നിഫയർ എല്ലാം എപ്പോഴും അദ്ദേഹം റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് കോപ്പി ചെയ്യാം, പക്ഷേ ഹാബിറ്റ്സ് കോപ്പി ചെയ്യാൻ കഴിയില്ല. ഈ പ്രൂഫ് മതിയാകില്ല. ഇത് പ്രൂഫ് അല്ല, പക്ഷെ ഒരു ഡൗട്ട് ഉണ്ടാക്കുവാൻ ഇത്ര മതി. യഥാർത്ഥ ആൻസർ ബാങ്കിന്റെ അകത്ത് നിന്നും കിട്ടും. ലെഫ്റ്റ് ഹാൻഡ്, ഫേസ് കോപ്പി, വോയിസ് കോപ്പി. ഹലോ ഡിറ്റക്റ്റീവ് മെഹുൽ, ഞാൻ നിന്റെ ഫേസ് യൂസ് ചെയ്യും, നിന്റെ പേരും യൂസ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ ക്രൈമിന്റെയും ബ്ലെയിം നിന്റെ മേൽ വീഴും. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. സർ, പോലീസ് ഇപ്പോഴും നിങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നെ നശിപ്പിക്കുവാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇല്ല സർ, നമ്മൾ അവനെ തീർച്ചയായും പിടിക്കും. ക്ലൂ അന്വേഷിക്കാം. സർ, ഇത് നോക്ക്. സർ, ഇത് കുട്ടികൾ വരച്ച ഡ്രോയിങ് പോലെ തോന്നുന്നുണ്ടല്ലോ. അല്ല ആലിയ, ഇതാണ് നെക്സ്റ്റ് ടാർഗറ്റിലേക്കുള്ള ക്ലൂ. ലോജിക്കൽ ആർമി, ഫേക്ക് മെഹുൽ ഈ പേപ്പറിൽ 3 സിംബൽസ് വരച്ചിട്ടുണ്ട്. ക്രൗൺ, ഡയമണ്ട്, പിന്നെ ഒരു ക്ലോക്ക്. അതിൽ 4 മണി എന്ന് കാണിക്കുന്നു. ഇനി പറയ്, മുംബൈയിലെ അടുത്ത റോബറി ഏത് സ്ഥലത്തായിരിക്കും? ഇതിന്റെ ആൻസർ ബി ആണ്. ക്രൗൺ എന്നാൽ റോയൽ, ഡയമണ്ട് എന്നാൽ ഡയമണ്ട്. ക്ലോക്ക് കാണിക്കുന്നത് 4 PM. റോയൽ ഡയമണ്ട് ജുവൽസ്, വൈകുന്നേരം 4 മണിക്ക്. നമ്മുടെ കയ്യിൽ 20 മിനിറ്റ്സേ ഉള്ളൂ. സർ, അപ്പൊ പാർട്ടിയും ക്യാൻസൽ ആണല്ലേ? അതെ, ക്യാൻസൽഡ്. ഈ ഫേക്ക് മെഹുൽ ഇപ്പോൾ പേഴ്സണൽ ആയിട്ടാ കളിക്കുന്നത്. സർ, നമ്മൾ ലേറ്റ് ആയി പോയി. വെൽക്കം ഡിറ്റക്റ്റീവ്. ബാഗ് താഴെ വയ്ക്ക്. നിന്റെ ഫേസ് വെച്ച് ക്രൈം ചെയ്യുന്നത് കുറച്ചുകൂടി ഈസിയാണ്. ഫേസ് കോപ്പി ചെയ്തതുകൊണ്ട് ആളെ തന്നെ കോപ്പി ചെയ്യാനാവില്ല. നിൽക്കവിടെ, കോപ്പി പേസ്റ്റ് കള്ള. അറ്റാക്ക്. റോങ് മെഹുലിനെ പിടിക്കുന്നത് അത്ര ഈസി അല്ല. ആലിയ, അവൻ ഓടിപ്പോവുകയാണ്. മെഹുൽ സർ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഡിറ്റക്റ്റീവ് മെഹുൽ, ഇത്തവണ രക്ഷപ്പെടാമെന്ന് കരുതണ്ട.
ഇല്ല, ഫേക്ക് മെഹുൽ വീണ്ടും രക്ഷപ്പെട്ടു. ഞങ്ങൾ ഈ മെഹുലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആലിയ, എന്തെങ്കിലും ക്ലൂസ് നോക്ക്. ഫേക്ക് മെഹുൽ ഡയമണ്ടുമായി രക്ഷപ്പെട്ടിരിക്കുന്നു. അതേസമയം യഥാർത്ഥ മെഹുൽ വീണ്ടും പോലീസിന്റെ വലയിലുമായി. ബാങ്ക് റോബറി, ജ്വല്ലറി റോബറി, രണ്ടിടത്തും കണ്ടത് നിങ്ങളുടെ ഫേസ് തന്നെയാണ്. ഞാൻ ഇത്ര ഒബ്വിയസ് ആയിട്ട് ക്രൈം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ബ്രേക്കിംഗ് ന്യൂസ്! ഫേമസ് ഡിറ്റക്റ്റീവ് മെഹുലിനെതിരെ ജ്വല്ലറി ഷോപ്പ് റോബറി ആരോപണം. ഡിറ്റക്റ്റീവ് മെഹുൽ കള്ളനോ? ഇമ്പോസിബിൾ സർ. ഇപ്പൊ മുഴുവൻ മുംബൈയും നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പെർഫെക്റ്റ്. ഇനി മുഴുവൻ മുംബൈയും ഡിറ്റക്റ്റീവ് മെഹുലിനെ വെറുക്കും. ഡിറ്റക്റ്റീവ് മെഹുൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുമാണ്. എങ്ങനെയുണ്ട് എന്റെ ആക്ടിംഗ്? ഫേക്ക് മെഹുൽ ഈ ടെലികാസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. എക്സാക്ട്ലി. ഇനി അവൻ വിചാരിക്കും ഞാൻ ശരിക്കും ജയിലിലാണെന്ന്. ഇത് ഏത് പെർഫ്യൂമാണ്? സർ, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. നിങ്ങൾ ഇവിടെ ചായ കുടിക്കുകയാണോ? കാരണം എന്റെ അറസ്റ്റ് ഒരു ഫേക്ക് പ്ലാൻ ആണ്. അതായത് ഞാൻ ആ പോലീസുകാരെ വെറുതെ ഉറക്കിയോ? ഓൾമോസ്റ്റ്. ആ ഡ്രാമാറ്റിക് റെസ്ക്യൂ എൻട്രിക്കായി ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്തെന്നറിയാവോ? ഗുഡ് എഫേർട്ട്. ഗുഡ് എഫേർട്ട്. പക്ഷേ കുറച്ച് ഇല്ലീഗലായി പോയി. ഓപ്സ്. എങ്കിൽ വരൂ, ഇനി ആ ഫേക്ക് മെഹുലിനെ പിടികൂടാം. അപ്പോ ഇവരോ? ഈ പോലീസുകാർ കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ. ഫൈനലി എന്റെ സ്ലീപ്പിംഗ് സ്പ്രേക്ക് ആരെങ്കിലും ഒക്കെ റെസ്പെക്ട് കൊടുത്തല്ലോ. നെക്സ്റ്റ് സ്റ്റോപ്പ് സൂര്യ പാലസ് റെസ്റ്റോറന്റ്. ഈ കേസ് ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. ആലിയ. ഫൈൻ. ആദ്യം കള്ളൻ, പിന്നെ ചോളെ ഭട്ടൂര. ഒരു കട്ടൻ ചായ. സർ, ഈ കേസ് എന്നെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവന്നത്. യൂണിവേഴ്സ് തന്നെ എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കുന്നതാണെന്ന് തോന്നുന്നു. യൂണിവേഴ്സിനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യിക്കാം. ലോഗോ മാച്ച്. സർ, ആ വെയിറ്റർ നമ്മളെ കണ്ടിട്ട് വെള്ളം കണ്ട പൂച്ചയെ പോലെ വിറയ്ക്കുന്നുണ്ടല്ലോ. ലോജിക്കൽ ആർമി, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ 3 വെയിറ്റർമാരിൽ ഫേക്ക് മെഹുലുമായി ബന്ധമുള്ളത് ആർക്കായിരിക്കും? വെയിറ്റർ ബി. റീസൺ? സ്മോക്ക് ഷെല്ലിൽ ഉണ്ടായിരുന്ന അതേ കറുത്ത പൗഡർ. അത് ആ വെയിറ്റർ ബിയുടെ ട്രെയിലും കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ആലിയ. ആലിയ. സർ, എനർജി ബാക്കപ്പിന് വേണ്ടിട്ടാ. ഫൈനലി വന്നല്ലോ ഡിറ്റക്റ്റീവ്. നിന്റെ ഗെയിം കഴിഞ്ഞു. എന്റെ പ്ലാൻ ഓൾറെഡി സക്സസ് ആയി കഴിഞ്ഞു. ഇപ്പോൾ മുഴുവൻ മുംബൈയും നിന്നെ വെറുക്കുന്നു. നിന്റെ ഫേസ്, നിന്റെ പേര്, നിന്റെ റെസ്പെക്ട് എല്ലാം കഴിഞ്ഞു. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. കാരണം നീ ഇപ്പോൾ ലൈവിലാണ്. എന്ത്? ബ്രേക്കിംഗ് ന്യൂസ്! യഥാർത്ഥ ഡിറ്റക്റ്റീവ് മെഹുൽ ഫേക്ക് മെഹുലിനെ ലൈവിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്നു. അപ്പോ യഥാർത്ഥ കള്ളൻ ഇവനാണോ? കോപ്പി ചെയ്യുവാൻ എളുപ്പമാണ്, പക്ഷെ ഒറിജിനൽ ആകുവാൻ കഴിയില്ല. സർ, മാസ്ക് നൂരു, സസ്പെൻസും സാൻഡ്വിച്ചും രണ്ടും റെഡിയാണ്. ഗെയിം ഓവർ. അറസ്റ്റ് ചെയ്യും. ഫൈനലി. oops, sorry, tension released.